ഹായ് ഗൈസ്, നമുക്ക് ഇന്ന് ഒട്ടും ലാഗില്ലാണ്ട് എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് ഒരു വാഴയിൽ അൽഫാം ഉണ്ടാക്കിയാലോ? അതും ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ തന്നെ 100% ഹെൽത്തി ആയിട്ട്. അപ്പോൾ തുടങ്ങാം. 2 കിലോ ഉള്ള ചിക്കൻ്റെ ലെഗ് സൈഡിലുള്ള പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു ട്രൈങ് പാനിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. ഇതിന് വേണ്ടത് നമ്മൾ എടുക്കുന്നത് വെളുത്തുള്ളി കുറച്ചെടുക്കണം, ഇഞ്ചി, പിന്നെ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഉണക്കമുളക്, പിന്നെ ഒരു പിടിയായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട്. പിന്നെ പൊടികൾ എന്ന് പറയാനായിട്ട് ആകെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈനായിട്ട് അരച്ചെടുക്കാണ്ട് ഒരു തരി ഉള്ള രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ആ ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൽ ഹോൾസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഈ വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് നമ്മുടെ മസാല ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതായത് എല്ലായിടത്തും ഇടയിലോട്ടൊക്കെ കയറുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ലത്. അത്രയും മസാല ഇതിലേക്ക് പിടിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്കിത് വെക്കാൻ വേണ്ടിയുള്ള ഒരു വാഴല എടുക്കാൻ വേണ്ടി പോകണേ. നമ്മൾ അപ്പുറത്തെ പറമ്പിൽ പോയിട്ടാണ് വാഴല എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് വാഴല എടുക്കുക. ഈ വാഴല നമ്മുടെ എയർ ഫ്രയറിൽ കയറാൻ പാകത്തിനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കത്രിക വെച്ച് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം ആ വാഴല എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ലെഗിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു നെയ് പീസ് ഉണ്ടല്ലോ, അത് രണ്ടും കട്ട് ചെയ്തെടുക്കാം. 2 ഇതിലുള്ള ലെഗിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഈ വാഴയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ നെയ്യില്ലേ, നമ്മൾ കട്ട് ചെയ്ത നെയ്യ്, അത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഓയിലി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ. ശേഷം നമുക്ക് ആ എയർ ഫ്രയറിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് 175 അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 18 മിനിറ്റാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഒരു 150 സെറ്റ് ചെയ്യാവുന്നതാണ്. 150 ഡിഗ്രി വെച്ചിട്ട് ഒരു 18 മിനിറ്റ് വെക്കാവുന്നതാണ് വൺ സൈഡ്. അപ്പോൾ നമുക്കൊന്ന് ആയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം 18 മിനിറ്റ്. അങ്ങനെ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കാം. കണ്ടാൽ തന്നെ അറിയാം ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് 150 ഡിഗ്രി 15 മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം കൂടി ചെയ്യാറുണ്ട്. നേരെ ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് ഒരു 150 ഒരു 5 മിനിറ്റ് കൂടി, അതായത് ആ ജ്യൂസിയാണ് പക്ഷെ പുറം ഒന്നൊരു ചെറിയൊരു ക്രിസ്പി പോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് 150 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേനും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആയിട്ടുണ്ടാവും. കാണാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പുറമൊക്കെ നല്ല മുരിമുരിയായിട്ട്, എന്നാൽ അകത്ത് നല്ല ജ്യൂസിയും കൂടി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ചിക്കനാണ്. വാഴയില യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു വാഴയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതും കൂടി ചേരുമ്പോഴത്തേനും അടിപൊളിയാണ്. മയോണൈസ് ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടവർക്കത് യൂസ് ചെയ്യാം. ഒട്ടും ഹെൽത്തി ഒന്നുമല്ല. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.